ലോക അൾസീമേഴ്സ് ദിനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ തീം എന്ന് വെച്ചാൽ നോ ഡിമെൻഷ്യ നോ അൾസീമേഴ്സ് എന്നാണ്. അപ്പോൾ അൾസീമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മറവി രോഗത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു വകഭേദമാണ് അൾസീമേഴ്സ്. അപ്പോൾ ഈ അൾസീമേഴ്സ് രോഗികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മറവി, ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ, അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ആദ്യം മറക്കുന്നത്. പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടാകും. ഇത് കൂടാതെ ചിലർക്ക് ഭാഷ മറന്നു പോകാം, വേർഡ് ഫൈൻഡിങ്, അതായത് ഓരോ വാക്കുകൾ കിട്ടാതെ ഇരിക്കാം. ചിലർക്ക് സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരാം. അങ്ങനെ പല പല രീതിയിലായിരിക്കും അൾസീമേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ രോഗം പയ്യെ കൂടി വരുന്ന ഒരു അസുഖം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖത്തിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ്. ഈ അസുഖം കൂടുതലും വരുന്നത് പ്രായമായവരിലാണ്, അതായത് 60 വയസ്സിന് മുകളിലോട്ടുള്ളവരിലാണ് കൂടുതൽ കാണുന്നത്. എങ്കിലും ചിലർക്ക് 40 വയസ്സിലും ഒക്കെ കണ്ടു തുടങ്ങാറുണ്ട് ഈ അസുഖം. ആർക്കെങ്കിലും സ്വഭാവത്തിലൊരു വ്യത്യാസം അല്ലെങ്കിൽ പല കാര്യങ്ങൾ മറന്നു പോകുന്നു, അവർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വിട്ടുപോകുന്നു, അങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചികിത്സ തേടേണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടതാണ്. ഒരു കറക്റ്റായിട്ടുള്ളൊരു ചിട്ടയിലും പിന്നെ വരുന്ന ആ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകളും കൂടി കൊടുത്താൽ ഈ മറവി രോഗമുള്ള ആൾക്കാർക്കും നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിവതും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, അതായത് അവർക്ക് മറവി ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് കഴിവതും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നമ്മളുടെ പേര്, നമ്മളെവിടുന്നാണ് വന്നതെന്നൊക്കെ അവരോട് ചോദിക്കാതെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ എത്തണം. അതുപോലെ തന്നെ അവരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ എപ്പോഴും അവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പലപ്പോഴും പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും, അതങ്ങ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ അവരെ മനസ്സിലാക്കി നമ്മൾ പെരുമാറി തുടങ്ങിയാൽ തന്നെ ഒത്തിരി ക്ലാഷസ് നമുക്ക് വീടുകളിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഈ കെയർ ഗീവേഴ്സിൻ്റെ സ്ട്രെസ്. മറവി രോഗമുള്ള ആൾക്കാരുടെ കെയർ ഗീവേഴ്സും ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അപ്പം അവരെ നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അവർക്കൊരു ബ്രേക്ക് എപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുമോ, അതിനും കൂടി നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഈ അൾസീമേഴ്സ് ദിനത്തിൽ നമുക്ക് അൾസീമേഴ്സിനെ പറ്റിയുള്ള അറിവില്ലായ്മകൾ കുറച്ച് അൾസീമേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി അൾസീമേഴ്സ് രോഗികൾക്കും അവരുടെ കെയർ ഗീവേഴ്സിനും വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അൾസീമേഴ്സ് ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.